ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. എന്താ പറയണ്ടേ, എല്ലായിടത്തും മഴ, അതുപോലെയൊക്കെ തന്നെ ഇവിടെ നല്ല മഴയാ. മഴയത്ത് പിന്നെ പുറത്തൊന്നും പോകാനായിട്ട് ഒരു രസം ഉണ്ടാവത്തില്ലല്ലോ, മഴ നനഞ്ഞ് കുതിർന്നല്ലേ. നടക്കാനും ഒക്കെ ആയാലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മഴയത്ത്. അപ്പൊ ഇന്ന് പിള്ളേർക്ക് സ്കൂളിലൊന്നും പോകേണ്ടാത്ത ഒരു ദിവസമായിരുന്നു. അപ്പൊ ഞങ്ങള് കുറച്ച് ലേറ്റ് ആയിട്ടൊരു 9:30 മെല്ലെ എണീറ്റപ്പം പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ല. മെല്ലെ എണീക്കേണ്ട ആവശ്യമല്ലേ ഉള്ളൂ. അപ്പൊ എണീറ്റപ്പോഴേ താറാവ് രാവിലെ ഞാൻ നോക്കുമ്പോൾ മുട്ടയൊക്കെ ഇട്ടിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോക്കകത്ത് പറഞ്ഞില്ലേ, താറാവിന് എന്താ പറഞ്ഞെ, മീന് കൊടുത്ത താറാവ് എല്ലാ ദിവസവും മുട്ടയിടുമെന്ന്. കറക്റ്റ് ഇന്നലെ ഞാൻ മീൻ കൊടുത്തു, ഇന്ന് താറാവ് മുട്ടയിട്ടു. ഞാൻ വന്ന് കാക്കയുടെ കരച്ചിലായിട്ട് ഞാൻ പോയി നോക്കുന്നത്. ഞാനൊരു ഇച്ചിരി താമസിച്ചാലും താറാവ് മുട്ടയും കൊണ്ട് പോയേനെ. എന്നാലും ഞങ്ങൾക്ക് കിട്ടി. പിന്നെ രാവിലെ മുട്ടയൊക്കെ തന്നല്ലേ അവർക്ക് രാവിലെ മീനൊക്കെ കൊടുത്ത, പിന്നെ പൂച്ചയ്ക്ക് കുറച്ച് പാലും, പൂച്ചയ്ക്ക് കൊടുക്കുന്ന പാലും താറാവ് ഓൾറെഡി കുടിക്കും. അതുകൊണ്ട് താറാവിന് എന്തെങ്കിലും കൊടുത്ത് അത് പൂച്ച തിന്നും. ഇപ്പൊ അവർ രണ്ടു വശം ഒരു എന്താ പറഞ്ഞ ഒരേ കാറ്റഗറിയിലായ സ്ഥിതിയാ താറാവും പൂച്ചയും. അപ്പൊ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ രാവിലെ അരച്ചിട്ട് അരി അരച്ച് ദോശ ഇടാൻ വേണ്ടിയാട്ടോ വിചാരിക്കുന്നത്. തലേദിവസം തന്നെ ഞാൻ പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ട്. കിടക്കുന്നതിന് മുമ്പായിട്ട് പച്ചരി വെള്ളത്തിലിട്ടിട്ട് ഞാൻ കിടന്നു. അപ്പൊ രാവിലെ ആ പച്ചരി എടുക്കുക, അതിനകത്ത് കുറച്ച് അത്യാവശ്യം വെള്ളം കൂടി കൂട്ട് നല്ലോണം അരച്ചെടുക്കണം കേട്ടോ. ഇട്ടും തരിതരിപ്പൊന്നും കാണാൻ പാടില്ല. എന്നിട്ട് നല്ല ലൂസ് കുറച്ച് ഉപ്പും കൂടി ഇട്ട്, വേണമെങ്കിൽ ചെറിയ ഉള്ളി ഇടാം. ഇവിടെ ഞങ്ങൾക്ക് ചെറിയ ഉള്ളിയുടെ രുചി അങ്ങനെ ഇഷ്ടമില്ലാത്തവരും ഞാൻ ഉപ്പ് മാത്രമേ ഇടുന്നുള്ളൂ. അല്ലെങ്കിൽ തേങ്ങയൊക്കെ ഇട്ട് അരയ്ക്കുന്നവരുണ്ട്. നമുക്ക് പല രീതിക്ക് അരച്ചെടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. ഇന്നിപ്പോ ഞാൻ വെറുതെ പച്ചരിക്കകത്ത് ഉപ്പ് മാത്രം ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അരച്ചെടുക്കും, നല്ല ലൂസ് ആക്കി എടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ചായയൊക്കെ തിളച്ചു. ചായ പിള്ളേർക്ക് ഞാൻ കൊടുത്തു, ഞാനും കുടിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ദോശയും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആകാൻ പോയത്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെ അരച്ച ദോശയും അതുപോലെ തന്നെ ഒരു പരിപ്പ് ഇട്ടിട്ട് സാമ്പാർ നമ്മൾ നോക്കൂല. മീൻസ് ഒത്തിരി കഷ്ണങ്ങളൊന്നും ഇടാതെ ജസ്റ്റ് പരിപ്പും തക്കാളിയും ഉരുളക്കിഴങ്ങൊന്നും ഉരുളക്കിഴങ്ങ് ഇടാൻ അതില്ലാത്ത ഞാൻ പരിപ്പ് തക്കാളിയൊക്കെ എടുത്ത് ഒരു സാമ്പാർ പോലെ വെച്ചിട്ട് അതാ കേട്ടോ ഇതിനെ കഴിച്ചത്. ശരിക്കും അങ്ങനത്തെ സാമ്പാർ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. രാവിലെ അരച്ച അല്ലെങ്കിൽ നല്ല ചിക്കൻ ഇങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് നല്ല വരട്ടി എടുക്കൂലേ, അതായാലും ആ ചുക്ക ടൈപ്പ്, അതൊക്കെ ഈ ദോശക്ക് നല്ല ടേസ്റ്റ് കേട്ടോ. നമ്മുടെ ഇവിടങ്ങളിലൊക്കെ ഹോട്ടലിലൊക്കെ പോയാല് ഇങ്ങനത്തെ ഈ ദോശ രാവിലെ ഇങ്ങനത്തെ അരയ്ക്കുന്ന ദോശ ഇതും മറ്റേ ചിക്കന്റെ കോമ്പിനേഷനൊക്കെ ഇട്ടും നല്ല ടേസ്റ്റ് ആണെന്നറിയാം. അപ്പൊ പാലൊക്കെ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. ചില ദിവസങ്ങളിൽ ഞാൻ തലേദിവസമേ പാല് വെക്കും. നേരത്തെ എണീക്കുന്ന ദിവസമൊക്കെ ആണെങ്കിൽ രാവിലെ എണീക്കുമ്പോഴേ ഇവിടെ എല്ലാവർക്കും എണീക്കുമ്പോഴേ ചായ കുടിക്കണം, നിർബന്ധമാണ്. പിള്ളേർക്കായാലും അതെ, എനിക്കത് നമ്മൾ ഓൾറെഡി പിള്ളേരെ അങ്ങനെ ശീലിപ്പിച്ചതുകൊണ്ട്. ജോഷു കുടിക്കത്തില്ല, ജുവാന്. ജോഷയ്ക്ക് അങ്ങനെ ചെറുപ്പത്തിലേ കുടിക്കരുത്, ഇപ്പൊ അവനത് ഇഷ്ടമില്ല. അപ്പം ഞാനും ജുവാനും കൂടി പിന്നെ അപ്പൊ ജുവാൻ ബിസ്ക്കറ്റ് ചോദിക്കുന്നുണ്ട്. അപ്പം ബിസ്ക്കറ്റ് തീർന്നു. അപ്പൊ ഞാനത് ചിപ്സും മതിയെന്ന് പറഞ്ഞിട്ട് ഞാൻ അവന് ചിപ്സും ഒരു ഗ്ലാസ് ചായ ഞാൻ തണുപ്പിക്കാൻ മാറ്റി വെച്ചു. അതൊക്കെ ആയിട്ട് ഞാൻ അവനവിടെ കൊണ്ടു കൊടുത്തു. പിന്നെ ഞാൻ അവനും കൂടി കുറച്ചു നേരം അവിടെ ചായയൊക്കെ കുടിച്ച് വർത്താനമൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. കാരണം ഓൾറെഡി ഇന്നലത്തേക്ക് 10 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. പിന്നെ ഞാൻ ഓർത്തത് വലിയ തിരക്കൊന്നുമില്ല, ജോഷു ആയാലും ഉറങ്ങി എണീക്കുന്നതേ ഉള്ളൂ. കാരണം സ്കൂളിലും പോകേണ്ട, നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല. എന്റെ എനിക്ക് ഫുഡ് ഉണ്ടാക്കുക, ഇനിയൊക്കെ കുറച്ചു നേരം TV കാണുക, ഫോൺ നോക്കുക, പിന്നെ എന്തെങ്കിലും പണി അലക്കാനുണ്ടെങ്കിൽ അലക്കുക, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. പിന്നെ പിള്ളേര് വീട്ടിലിരിക്കുന്ന ദിവസം ഞാൻ അങ്ങനെ ഒത്തിരി പണിക്കും ക്ലീനിങ്ങോ അങ്ങനത്തെ ഒന്നും ഞാൻ പോകത്തില്ല. ഒന്നാമത് ഇവന്മാരെ അലമ്പാക്കും, അത് വേറെ കാര്യം. പിന്നെ അവരുള്ളപ്പോ അവരുടെ അടുത്ത് ഇരിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ അവരുടെ അടുത്ത് തന്നെ ഇരിക്കും കേട്ടോ. അല്ലാത്തവർ ഒരു സ്കൂളിൽ പോകുമ്പോൾ നമ്മുടെ അടുത്ത് അങ്ങനെ നമുക്ക് അവരുടെ അടുത്ത് ഇരിക്കാനോ ഒന്നും അങ്ങനെ പറ്റുന്നൊന്നുമില്ല. ജുവാൻ രാവിലെ TV കണ്ടോണ്ട് അവനെ കഴിക്കുന്നത്. അതിനിടയ്ക്ക് ഞങ്ങൾക്ക് ഒരു തോക്ക് കിട്ടി. അതിന്റെ ഉള്ളിൽ ചെറിയ കുഞ്ഞു കുഞ്ഞി പ്ലാസ്റ്റിക്കിന് ഉണ്ടകൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് നമ്മുടെ മേത്തോടെ നല്ല വേദന തോന്നാൻ അതെല്ലാം പറക്കി കളഞ്ഞിട്ട് ഈ തോക്ക് മാത്രം കൊടുത്തു. അപ്പൊ അതിങ്ങനെ ഒട്ടോന്ന് ഒച്ച കേൾക്കും കേട്ടോ, അതിന്റെ ഉണ്ടയൊന്നും പോവാനില്ല എങ്കിലും. അപ്പൊ ഇത് വെച്ച് ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ അഭിനയിക്കും. ഒരാൾ വെടി വെക്കും, മറ്റാളിങ്ങനെ എന്താ പറയുക ചെത്തോലെ ഇങ്ങനെ കാണിക്കും. തമാശക്ക് അങ്ങനെ കാണിക്കുന്ന കേട്ടോ. ഞാൻ ഈ തോക്കൊന്നും സാധാരണ പിള്ളേർക്ക് തന്നെ വാങ്ങിക്കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല, എന്താന്ന് അറിയത്തില്ല. ഞാൻ വാങ്ങിക്കൊടുക്കാറേ ഇല്ല. ചേട്ടായി ഒരു പ്രാവശ്യം ഇങ്ങനെ ഇവിടെ കണ്ടപ്പോ ഇങ്ങനെ വാങ്ങിക്കൊണ്ട് വന്നതാ. വണ്ടി അങ്ങനത്തെ കളിപ്പാട്ടങ്ങളൊക്കെ ഞാൻ വാങ്ങിക്കൊടുക്കും. തോക്ക് എന്തോ ഒരു വയലൻസ് അല്ലേ, അങ്ങനെ വിചാരിച്ചിട്ട് പിള്ളേർക്ക് അതങ്ങനെ ഞാൻ വാങ്ങിക്കൊടുക്കാത്ത. പിന്നെ ഇപ്പൊ ഇത് എങ്ങനെയാന്ന് ചേട്ടായി ഒരു പ്രാവശ്യം വാങ്ങിയത് കൊണ്ട് ഇവിടെ അങ്ങനെ പെട്ടുപോയി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ രാവിലെ കറി ഉണ്ടാക്കുന്നത്, സാമ്പാർ പരിപ്പ് ഇട്ട് അല്ലെങ്കിൽ തക്കാളിയും സവോളയും കുറച്ച് പച്ചമുളകും ഇട്ടിട്ട് നമ്മുടെ ഇതുപോലെ കുക്കർ ഒരു വിസിലടുപ്പിക്കും. വന്നിട്ട് കടുക് പൊട്ടിച്ച് അതിലേക്ക് സാമ്പാർ പൊടി ഇട്ട് മൂപ്പിച്ചിട്ട് ഇതിനകത്തേക്ക് ഇടും. അത്രേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് എടുക്കാം. സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഒത്തിരി എന്താ പറയണ്ടേ കഷ്ണങ്ങൾ വേണമെന്നോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എന്താ പറയണ്ടേ, ഒരു
5-6 കൂട്ടം പച്ചക്കറി ഉണ്ടെങ്കിൽ സാമ്പാറാക്കാവുള്ളൂ, അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഇഷ്ടം, നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ, നമുക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള സാധനങ്ങളാക്കിയിട്ട് അങ്ങ് ഉണ്ടാക്കുക അല്ലെ. ഞാൻ പണ്ടൊക്കെ ആക്കുമ്പോ സാമ്പാർ ഞാൻ ഇങ്ങനെ ആക്കൂലായിരുന്നു. മീൻസ് കുറെ കഷ്ണങ്ങൾ വേണ്ടതെന്ന് പറഞ്ഞാൽ സാമ്പാർ കൂട്ടൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് അങ്ങനെയൊക്കെ ആക്കുമായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഓർത്തു, എന്നിട്ട് അതിലെ പകുതി കഷ്ണങ്ങൾ കഴിക്കല്ലേ, ഞാനോർത്തു പിന്നെ എന്തിനാ നമ്മൾ ഈ കഴിക്കാത്ത കഷ്ണങ്ങൾ വാങ്ങിയിട്ട് ആക്കുന്നത്, ഉള്ളത് വെച്ചിട്ട് നമ്മൾ കഴിക്കുന്ന സാധനം വെച്ചിട്ട് ഇഷ്ടമുള്ള പച്ചക്കറികൾ ഇട്ടിട്ട് അങ്ങ് സാമ്പാറാക്കാം. ഇപ്പൊ ഞാൻ ഇപ്പം സിമ്പിൾ ആയിട്ട് സാമ്പാറാക്കി, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ദോശയ്ക്ക് കൂട്ടാൻ വേണ്ടി. ഉച്ചയ്ക്ക് ചോറിനായിട്ട് ഞാൻ ഈ സാമ്പാറും മീൻ പൊരിച്ചതും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചത്. ഇത് ഉച്ചക്കത്തേക്കും കൂടി ആക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും ചോറും ഈ സാമ്പാറും മീൻ പൊരിച്ചതും കൂടി. വേണമെങ്കിൽ ഒരു കുഞ്ഞു ചമ്മന്തിയും കൂടി അരച്ചാല് അടിപൊളി. അപ്പൊ ഇങ്ങനെ ദോശ ഇടുമ്പോൾ നമ്മൾ നല്ലോണം അത്യാവശ്യം നല്ല ലൂസ് ആക്കി എടുക്കണം കേട്ടോ മാവ്. കാരണം ദോശക്കല്ലിൽ ഒഴിച്ചാൽ ഇങ്ങനെ ഒഴുകി പോണം ഒരിടത്ത്. മീൻസ് മനസ്സിലായില്ലേ, ഒരിടത്ത് ഇങ്ങനെ നമ്മൾ ദോശയൊക്കെ ആക്കുന്ന ഈ സ്പൂൺ ഇട്ടിട്ട് നമുക്ക് ഇളക്കേണ്ട, മീൻസ് ദോശ ഇങ്ങനെ പരത്തി കൊടുക്കേണ്ട ആവശ്യം വരരുത്. അതും ദോശക്കല്ല് നല്ലോണം ചൂടായ ദോശക്കല്ലിലോട്ട് ഇത് ഒഴിക്കാം. ഈ മാവ് ഒഴിച്ച് മീൻസ് ഒഴിച്ചാൽ അത് അവിടെ ഇങ്ങനെ കറ്റിപ്പിടിച്ചിരിക്കണം, ഒഴുകി കളിച്ചോണ്ട്. ലൂസ് മാവാകുമ്പം നല്ല ചൂടില്ലെങ്കിൽ ഒഴിച്ചാൽ ഇത് ഒഴുകി കളിച്ചോണ്ടിരിക്കില്ല. അങ്ങനെയല്ല, ലൂസ് മാവാക്കിയിട്ട് നമ്മുടെ ചട്ടി നല്ലോണം ചൂടാക്കി ഈ മാവ് ഒഴിക്കുമ്പോൾ അത് അവിടെ പിടിച്ച് അങ്ങനെ ഇരിക്കണം കേട്ടോ. അപ്പൊ നല്ല നൈസായിട്ടുള്ള ദോശ കിട്ടും. ഇച്ചിരി എണ്ണയും കൂടി ഒഴിച്ച് കൊടുത്താൽ മതി. എണ്ണ ഒഴിച്ചില്ലെങ്കിൽ ഇളകി പോരുമെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ എണ്ണ ഒഴിച്ചിട്ട് തന്നെയാ നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിലാക്കുന്നത്. അപ്പൊ നല്ലോണം ഇളകിയും പോരും കേട്ടോ. ആദ്യത്തെ ഒരു ദോശ ഇച്ചിരി ഒന്ന് അറ്റം കയറിപ്പോയി, അത് നല്ലോണം നൈസായി പോയിട്ടാന്ന് തോന്നുന്നു. എണ്ണാം ദോശ കുഴപ്പമൊന്നുമില്ല, ബാക്കിയൊക്കെ നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഈ ദോശയും സാമ്പാറും കേട്ടോ. അപ്പൊ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് രാവിലെ ഒരു 10 മണി ആ സമയത്തൊക്കെ ആയിരിക്കും. അപ്പോഴേക്ക് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും അല്ലെ. പിന്നെ എല്ലാരും കാണുന്നത്, ഇപ്പൊ എല്ലാരും രാവിലെ കാണണമെന്നില്ല, ചിലർ വൈകുന്നേരമോ രാത്രിക്കോ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ പിറ്റേ ദിവസം വെളുപ്പിനോ ഒക്കെ ആയിരിക്കും കാണുന്നല്ലോ. അപ്പൊ വീഡിയോ കാണുന്നവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണേ. എല്ലാവരും എന്തെങ്കിലും ഒരു ചെറിയൊരു കമന്റ് ഇട്ടിട്ട് പോകും. നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് ഒരു കുഞ്ഞു സ്റ്റിക്കറോ എന്തെങ്കിലും ഒരു തംസപ്പോ എന്തെങ്കിലും കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ എനിക്ക് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തത് കാണുമ്പോൾ നമുക്ക് പിന്നെയും വീഡിയോ ഇടാനൊക്കെ ഒരു സന്തോഷവും ഒക്കെ നമുക്ക് തോന്നൂലോ. ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ ഓക്കെ, ബൈ.